2026-27 വർഷം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടി രൂപയാണ്. ആദ്യത്തെ 9 മാസം. അപ്പോൾ 3 മാസമാണ് ഇപ്പോൾ പിന്നിട്ടത്. 32,484 കോടിയിൽ 30,462 കോടി രൂപയും പ്രതിമാസം 3,000 കോടി രൂപയുടെ മുകളിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മാസം അവശേഷിക്കുന്ന വായ്പാ പരിധി 2,022 കോടി രൂപ മാത്രമാണ്. ഇത് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കുമെന്ന് സർക്കാർ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പഴയ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ഓർമ്മിച്ചാൽ LDF സർക്കാരിനെതിരെ വലിയ തോതിൽ കടം വാങ്ങുന്നതിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കടം വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് UDFും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആരോപിച്ചിരുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് കടം വാങ്ങുന്നതിനിടയാക്കുന്നത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ കടം ഇങ്ങനെ സ്വീകരിച്ചത് അതേ കാരണങ്ങൾ കൊണ്ടാണോ? അതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ GDP വളർച്ചയ്ക്കനുസരിച്ചാണ്. ഇത് സാധാരണ നിലക്കുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറമുള്ള കടമെടുത്താൽ അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. നമ്മുടെ കേരളത്തിൽ കൃത്യമായ ധനമാനേജ്മെൻറ്റിലൂടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചും മറ്റുമാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ അക്കാലത്ത് സംസ്ഥാനം നേടിയ സാമ്പത്തിക വളർച്ച, വികസനം ഇതൊന്നും കാണാതെ കടത്തിൻ്റെ മാത്രം കണക്ക് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് UDF ശ്രമിച്ചത്. ഇപ്പോൾ അന്നത്തെ ആരോപണങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ അനുഭവത്തിൽ പറയാനുള്ളത്? ഇവിടെ ഖജനാവ് നിറക്കുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നൊരു വാചകം പൂമ്പാറ്റ പൂവറിയാതെ തേനൂറ്റുന്നത് പോലെ ഖജനാവ് നിറക്കും എന്നായിരുന്നു. പക്ഷേ കടമെടുപ്പ് പരിധി തന്നെ കടന്നു പോകുന്നു. അപ്പോൾ പൂവുമില്ല, പൂമ്പാറ്റയില്ല, തേനുമില്ല. കടം മാത്രമാണ് പുതിയ സർക്കാരിൻ്റെ ഖജനാവിൽ എന്നതാണ് ഉണ്ടായിട്ടുള്ള വസ്തുത. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ക്ഷേമവികസന പദ്ധതികളോ ശമ്പളമോ കമ്പോള ഇടപെടലോ ഒന്നും തടസ്സപ്പെട്ടിരുന്നില്ല. അധികാരമൊഴിയുമ്പോൾ ഖാലി ഖജനാവല്ല,
6000 കോടി രൂപ മിച്ചമുള്ള ഖജനാവാണ് LDF ഏൽപ്പിച്ചത്. ഇപ്പോൾ ആദ്യ 3 മാസങ്ങളെടുത്താൽ അപ്പം തന്നെ 33,311 കോടി രൂപയുടെ റവന്യൂ വരുമാനം ഖജനാവിലെത്തിയിരുന്നു. ഇതിൽ 28,060 കോടി രൂപയും നികുതി വരുമാനമാണ്. അപ്പോൾ LDF സർക്കാർ GST വകുപ്പിൽ നടത്തിയ ഘടനാപരമായ മാറ്റങ്ങൾ, അതേപോലെ തന്നെ നികുതി ചോർച്ച തടയുന്നതിന് IT അധിഷ്ഠിതമായി സ്വീകരിച്ച കർശന നടപടികൾ, ഇതൊക്കെയാണ് വരുമാന വർധനവിന് ഇടയാക്കിയത്. ഇത്തരം അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുകയും അതനുസരിച്ച് ചെലവുകൾ നിർവഹിക്കുകയും ചെയ്യുന്നതിൽ UDF സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് അനുഭവം. പൂർണ്ണമായും കടമെടുപ്പിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് സാമ്പത്തികമായി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനാണ് ഇടയാക്കുക. മറ്റൊരു പ്രശ്നം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അടിസ്ഥാന സൗകര്യങ്ങളും പഠന സംവിധാനങ്ങളും മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. അവിടുത്തെ തിയേറ്റർ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പ്രവർത്തനരഹിതമായ സ്റ്റേജ് ലൈറ്റുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായ നാടകാവതരണം നടത്തി. പക്ഷേ അതിനെ വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ ശവസംസ്കാരമാണ് വിദ്യാർത്ഥികൾ നടത്തിയത് എന്ന തരത്തിലുള്ള നുണ പ്രചരിപ്പിച്ച് വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കൊടുക്കുക. ഈ വ്യാജ പ്രചരണം വൈസ് ചാൻസലറെ വ്യാജ പരാതി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഓണക്കാലത്തെ സർക്കാരിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ധനവിനിയോഗത്തെക്കുറിച്ചും കടമെടുപ്പിനെക്കുറിച്ചും ഒക്കെ വിമർശനം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ധനവിനിയോഗത്തെക്കുറിച്ചും ധൂർത്തിനെക്കുറിച്ചും കടമെടുപ്പിനെക്കുറിച്ചും പരാതി പറഞ്ഞ സർക്കാർ മുഖ്യമന്ത്രി ഇപ്പോൾ അതൊക്കെ പിൻവലിക്കുമോ എന്ന ചോദ്യം കൂടി പിണറായി വിജയൻ ചോദിക്കുകയാണ്. ഇടവേളയെടുക്കാം.